ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഇന്ന് സദ്യയിൽ നമ്മുടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. പിന്നെ ഇത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും, എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു വലിയ ബീട്രൂട്ട്, ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തതാണ്, ഇതുപോലെ അത്യാവശ്യം വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ഞാനൊരു ചട്ടിയിലാണ് കേട്ടോ ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കണേ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചാൽ ഒരു 6-7 മിനിറ്റ് മതിയാവും. ബീട്രൂട്ടൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പൊ നമുക്ക് അടച്ചു വെക്കാം. ഇപ്പൊ കണ്ടോ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ സെറ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഈ വെള്ളം ഒന്നും കളയരുത് കേട്ടോ, നമുക്ക് ഈ വെള്ളം ആവശ്യമുള്ളതാണ്. കണ്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ചൂട് മാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ആ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ആ വെള്ളം ഒഴിക്കും കേട്ടോ. അപ്പൊ ഞാൻ എല്ലാം വെള്ളത്തോട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പേസ്റ്റ് കണക്കിന് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു അരപ്പും കൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അതിലൊരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഒരു കപ്പോളം തേങ്ങ ചിരകിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂണൊക്കെ കടുകുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിവിടെ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഇത് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പൊ ഞാൻ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ ഞാനിവിടെ കുറച്ച് തൈര് എടുത്ത് അതൊന്ന് അതിന്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അതേ ചട്ടി ഉണ്ടല്ലോ നമ്മൾ ബീട്രൂട്ട് വേവിച്ചെടുത്ത അതേ ചട്ടിയിലോട്ട് തന്നെ നമ്മുടെ ഈ അരച്ചെടുത്ത ബീട്രൂട്ട് ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ബീട്രൂട്ടൊക്കെ മിക്സിയുടെ ജാറിൽ ഒരു ഇച്ചിരി ഒട്ടുപിടിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പ് റെഡിയാക്കിയില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ തേങ്ങ അരപ്പും മിക്സിയുടെ ജാറിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ബീട്രൂട്ട് കിച്ചടിക്ക് ഒരുപാട് അങ്ങനെ വെള്ളം പോലെ ഉണ്ടാക്കണ്ട, കുറച്ച് കുറുകിയിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പം ആ അടപ്പിലും ഇതിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി അരപ്പ് അതിലുള്ളത് കൊണ്ട് മാത്രം ആ മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരപ്പൊന്നും നമ്മൾ വെറുതെ കളയാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നല്ലൊരു കളറാണ് കേട്ടോ ഇത്. നമുക്ക് ശരിക്കും പറഞ്ഞാല് ഈ ബീട്രൂട്ട് കിച്ചടി നമ്മളെ ആകർഷിക്കുന്നത് അതിന്റെ ആ ടേസ്റ്റിനേക്കാളും അതിന്റെ ഒരു കളർ, നല്ല ലുക്കല്ലേ കാണാനായിട്ട്. അപ്പൊ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കാം. പിന്നെ ഇത് ഒരുപാട് അങ്ങനെ തിളപ്പിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കാം. ഇനി ഇത് അവിടെ കിടന്നൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പൊ നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. എന്നിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ ഒന്ന് തിള വരുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ഒരുപാട് അങ്ങ് തിളക്കരുത്. തിള വരുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കണേ. അപ്പൊ തൈര് ചേർത്തതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്തേക്കണേ. കാര്യം തൈര് ചേർക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പിന്റെ ആവശ്യം വീണ്ടും വേണ്ടി വന്നേക്കാം. അപ്പം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫൈനലി ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട്, കുറച്ച് പഞ്ചസാര കേട്ടോ. അപ്പോഴ് ഞാൻ ബ്രൗൺ ഷുഗർ ആണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പഞ്ചസാര നല്ല സാധാരണ പഞ്ചസാര ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പം ഇതെല്ലാരും ചേർക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത്തിരി മധുരവും കൂടെ ചേർക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബീട്രൂട്ടിന്റെ ഒരു മധുരം ഇതിനുണ്ട്. അപ്പൊ ഇത്തിരി മധുരവും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു താളിപ്പ്, ആ താളിപ്പും കൂടെ മതിയാവും. അപ്പോഴേക്കും കറി ഇവിടെ സെറ്റ്
ആവും കേട്ടോ. അപ്പൊ നമുക്കിനി താളിപ്പിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഒരിത്തിരി കടുക് ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂണൊക്കെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അല്പം മാത്രം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കണമെങ്കിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിനി ഒരു വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചൂടോടെ തന്നെ നമ്മുടെ ഈ താളിപ്പെടുത്ത് നമ്മുടെ കിച്ചടിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് ആകും കേട്ടോ. അപ്പൊ ചൂടോടെ തന്നെ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ബീറ്റ്റൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഈ മധുരമൊക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.